തലപതി അണ്ണന്റെ ജനനായകൻ എന്ന സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പരിശോധിക്കാൻ നമുക്ക് ബോക്സ് ഓഫീസിലെ അതൊരു നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷനിൽ ജനനായകൻ നമ്മുടെ വിനോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ തലപതി അണ്ണന്റെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക്. എന്തായാലും സിനിമയുടെ ഏറ്റവും പുതിയ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. അഡ്വാൻസ് പടത്തിന് കേരളത്തിൽ മാത്രമായിട്ട് 3,44,00,000 അഡ്വാൻസ് ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ 16,14,00,000 സിനിമയിൽ തമിഴ്നാട് അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഫൈനലായിട്ട്. ഇനി കർണാടക പരിശോധിക്കുകയാണെങ്കിൽ 8,21,00,000. തെലങ്കാന 1,24,00,000. ആന്ധ്രാപ്രദേശ് 1,10,00,000. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തായിട്ട് 1,88,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ ടോട്ടൽ നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ആയിട്ട് 32,01,00,000 ബോക്സ് ഓഫീസ്. ഇനി അടുത്തത് ഓവർസീസ് ആണ്. വിദേശ കണക്കാണ്. വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഓവർസീസിന് മാത്രം സിനിമയ്ക്ക് 26,08,00,000 സിനിമേൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സിനിമ ടോട്ടൽ ഫൈനലായിട്ട് വേൾഡ് വൈഡ് പ്രീസെയിൽ 58,09,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. സിനിമ 3 ഭാഷകളിലാണ് തിയേറ്റർ റിലീസിന് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിൽ. തമിഴ് പകർപ്പ് മാത്രം പ്രീസെയിലിൽ 29,24,00,000 കാണുന്നുണ്ട്. തെലുങ്ക് 1,72,00,000. ഹിന്ദി പകർപ്പ് 1,05,00,000. ഓൾമോസ്റ്റ് നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രീസെയിൽ തന്നെയാണ് നമ്മുടെ തലപതിയുടെ ജനനായകൻ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഒരു ബിഗ്ഗസ്റ്റ് പ്രീസെയിൽ തന്നെയാണ് തലപതിയുടെ ജനനായകൻ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും തലപതിയുടെ അവസാനത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട്. എന്തായാലും സിനിമേൻ്റെ അഭിപ്രായങ്ങൾ നല്ല പോസിറ്റീവ് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് സിനിമയ്ക്ക്. കാരണം ലാസ്റ്റ് സിനിമയാണ്. അപ്പോൾ ആ ഒരു ഇമോഷനിൽ സിനിമ ആസ്വദിക്കുക, അല്ലാതെ സിനിമേൻ്റെ പ്ലോട്ടോ കഥയോ. നമുക്കറിയാം പടം ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ബേസ് ചെയ്തിട്ടാണ് പടം വരുന്നത്. അതുകൊണ്ട് തന്നെ അതേ ക്ലിപ്പ് തന്നെയാണ്. ചെറിയ രീതിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ടൈറ്റിൽ കാർഡായിട്ടും പിന്നെ എൻഡ് ക്രെഡിറ്റ് സീനിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്തായാലും ലാസ്റ്റ് തലപതി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും പോയി കാണുക. അതും ഒരു ഫാൻ സർവീസ് തന്നെയാണ് സിനിമ. ഈവൻ പ്ലോട്ട് വലിയ രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും സിനിമ, അതും തലപതിയുടെ അവസാനത്തെ സിനിമ, ഒരു ഇമോഷൻ വെച്ച് സിനിമ കാണുകയാണെങ്കിൽ ഈച്ച് ഫ്രെയിം എല്ലാവർക്കും ആഘോഷിക്കാം. എന്തായാലും പോയി പടം കാണുക. പടം കണ്ട ഒരു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ജനനായകൻ സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക.